ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்கள சொந்தக்காரனா? ஏய் சொந்தക്കാരനൊന്നുമല്ല. പിന്നെ യാർ ഉങ്ങളെ നൻപനാ? നമ്പൻ. ഈ ടോപ്പിക് കുറച്ച് ടഫാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും സംസാരിക്കണം. നീ വരുന്ന വഴിയാണോ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് മനസമാധാനമായിട്ട് എങ്ങനെ കഴിയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അഖിൽ NRDയുടെ സീന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇതൊക്കെ കലിയുടെ ഒരു കളിയല്ലടോ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ അഖിൽ NRD ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയാണ്. എന്തിനാ ഞാനിങ്ങ് ഓടി എത്തിയെന്ന് അറിയാമോ? എടാ മോനെ, നിനക്കൊരു കാലം വരുമ്പോ അമ്മാവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോബ്. ഐ ഹാവ് ടു ഡു വീഡിയോ. എല്ലാം മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. നീ ഇല്ലാത്ത നുണയൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നാറ്റിക്കോ? ഏയ് ഒരിക്കലും നീ നാറിയാലും ഞാൻ എന്നെ ആക്കിക്കൂല. ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ, അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കുമെന്ന്. ഇങ്ങനെ ആയാലും ചെയ്യും. താൻ തന്റെ ജോലി ചെയ്താൽ മതി, അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് അഖിലിൽ നിന്ന് കിട്ടിയതും അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് വീട്ടിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് അവന്റെ റിയൽ ലൈഫിൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ടുമാണ്. പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും കാണുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ റെഗുലർ ബേസിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ ജഡ്ജ്മെന്റ് തെറ്റാറുണ്ട്. നീ ഏതെങ്കിലും നിലപാടിലൊന്നും ഉറച്ചിക്കോ. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാന്നുള്ളത് ഇന്നവിറ്റബിൾ. സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് അത്രേ ഉള്ളൂ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങട്ടെ. ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.